മോനെ കിഡിലൻ സാധനം. സോ ഹേ ഗൈസ്, വാട്ട്സ് അപ്പ്, വെൽക്കം ബാക്ക് ടു ഹോപ്പിംഗ് മല്ലു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഛത്തർപൂരിലുള്ള ഒരു വർക്ക്ഷോപ്പിലാണ്. അതായത് ഈ വർക്ക്ഷോപ്പിൻ്റെ പേരാണ് സ്പീഡ് സ്പോർട്ട് ഓട്ടോമോട്ടീവ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഡൈനോ ട്യൂണിങ് കേട്ടിട്ടുണ്ടോ? ഡൈനോ ട്യൂണിങ് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ വണ്ടീൻ്റെ പെർഫോമൻസ് ഒക്കെ അറിയാൻ വേണ്ടി, എത്ര BHP പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, ടോക്കും എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡൈനോ. അതിൽ നമ്മുടെ വണ്ടി റൺ ചെയ്യും. ഡൽഹിയിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ എവിടെയെങ്കിലും ഈ ഡൈനോ ട്യൂണിങ് സ്വന്തമായിട്ടുള്ള വർക്ക്ഷോപ്പ് വളരെയധികം റെയറാണ്. അതേപോലെ ഒരു റെയർ ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ് ഡൽഹിയിലെ ഛത്തർപൂരിലുള്ള സ്പീഡ് സ്പോർട്ട് ഓട്ടോമോട്ടീവ്. നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വണ്ടിക്ക് വേണ്ടിയാണ്. സോ അത് ഇങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. സോ ഇറ്റ് നീഡ്സ് എ മാസ് എൻട്രി. അതായത് അതൊരു കൊമ്പ വണ്ടി തന്നെയാണ്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ഇൻ 3, 2, 1. Yeah, we don't want to do anything to scare your children. That's the last thing we want to do. We don't want to scare anybody. സോ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഏത് വണ്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഈ വണ്ടിക്ക് മാസ് ഇൻട്രോ കൊടുത്തില്ല, പിന്നെ ഏത് വണ്ടിക്കാണ് കൊടുക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ഞാൻ നിൽക്കുന്നത് ഇതാണ് ഇന്ത്യൻ്റെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഓർ ദ മോസ്റ്റ് ആപ്റ്റ് വെഹിക്കിൾ ഫോർ ഇന്ത്യൻ റോഡ്സ്. നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യൻ റോഡ്സിൽ എന്തും വേണ്ടി കുഴികളും അതും ഇതും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയൊരു മാറ്ററാണ്. പക്ഷേ മസ്റ്റാങ് GT ഇറ്റ്സ് എ പെർഫെക്റ്റ് കാർ. സൂപ്പർ കാറിൻ്റെ പവറും ഉണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ എന്ത് വേണം? ഇതിൻ്റെ എൻജിൻ ഒരു V8 എൻജിനാണ്, 5 ലിറ്ററിന്. അതിൻ്റെ പവർ ഫിഗേഴ്സ് എന്താണെന്ന് വെച്ചാൽ 420 BHP ആണ് ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നത്. പക്ഷേ നമ്മുടെ ഈ നിൽക്കുന്ന വണ്ടിക്ക് ഇച്ചിരിയൊക്കെ പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പവർ ഫിഗേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ച് പറയാം. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി ഇതിൻ്റെ എന്തായിരിക്കും ഒറിജിനൽ പവർ ഫിഗേഴ്സ് എന്ന്. കാരണം ഇറ്റ്സ് എ ട്യൂൺ വെഹിക്കിൾ. ഇതിൻ്റെ എക്സോസ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിനിയും ആദ്യം പുറകിൽ നിന്ന് തന്നെ തുടങ്ങാം. പുറകിൽ നിന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ മസിൽ ബോയിന്റെ ബാക്ക്. അതേപോലെയാണ് ആദ്യം തന്നെ നമുക്കിവിടെ മസ്റ്റാങ് GTന്റെ വലിയൊരു GT ലോഗോ കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇതാണ് മസ്റ്റാങ്ങിന്റെ ലൈറ്റ്സ്, ടെയിൽ ലൈറ്റ്സ് തന്നെ ഇതിലാണ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ടേൺ സിഗ്നൽസും വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റിവേഴ്സ് ലൈറ്റ് എവിടെയാണെന്ന് വെച്ചാൽ, റിവേഴ്സ് ലൈറ്റ് ആണ് ഈ കാണുന്ന രണ്ടെണ്ണമാണ് ഇതിൻ്റെ റിവേഴ്സ് ലൈറ്റ്. പിന്നെ ഇടയ്ക്കുള്ളതാണ് റിയർ ഫോഗ് ലൈറ്റ്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ സ്പ്ലിറ്റേഴ്സ് ഉള്ളത് ലുക്കിന് വേണ്ടിയും പിന്നെ ഡൗൺ ഫോഴ്സിന് വേണ്ടിയും. ഇതാണ് നമ്മുടെ മസിൽ മാനിലുള്ള എക്സോസ്റ്റ്. ഈ എക്സോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ CSWന്റെ വാൽവട്രോണിക് എക്സോസ്റ്റ് ആണ്. അതായത് നമുക്ക് ഇതിന്റെ സൗണ്ട് ബട്ടൺസിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ, ലോ വേണോ ഹൈ വേണോ.
അത് പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു സ്പോയിലർ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതാണ് വിൻഡോ ലോവേഴ്സ്. ഇത് ലുക്കിന് വേണ്ടിയും പിന്നെ ഡൗൺ ഫോഴ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വൈറ്റ് ബോഡി കണ്ടിട്ടാണ് ഇതിന് ഞാൻ മസിൽ ബോയ് എന്ന് വിളിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാർട്ട് ഏതെന്നറിയോ? ഇതിൻ്റെ ഈ ഫ്രെയിംലെസ് ഡോർസ്. ഐ ലവ് ഫ്രെയിംലെസ് ഡോർ. പിന്നെ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ വിൻഡോ മേളിലേക്ക് പോകും, അങ്ങനത്തെ ഒരു സിസ്റ്റമാണുള്ളത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മിറേഴ്സ് കാണാം. ഇറ്റ്സ് എ സ്മോൾ ക്യൂട്ട് മിറർ, നല്ല രസമാണ്. അതിൻ്റെ കട്ടിങ്സും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈ വീൽസ് 19 ഇഞ്ച് വീൽസ് ആണ്. ഇത് വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്, കാണാൻ രക്ഷയില്ലാത്ത ലുക്കാണ് ഇതിന്. ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, എല്ലായിടത്തും ഒരു വൈറ്റ് ബോഡി കിട്ട് വെച്ച പോലെ. അത് കാരണം ഇതിന് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കാർ ഓൺ സ്റ്റിറോയിഡ്സ് എന്ന് പറയത്തില്ലേ, അതേപോലെ സ്റ്റിറോയിഡ്സ് എടുത്ത ഒരു കാർ പോലെയാണ്. ഇതാണ് നമ്മുടെ മസിൽ ബോയിൻ്റെ ഫ്രണ്ട് പാർട്ട്. നിങ്ങൾ ഈ സൈസ് കണ്ടോ? ഞാൻ ഇത്രയും കൈവച്ചാൽ പോലും ഇത് തീരത്തില്ല, അത്രയ്ക്കും. ഇറ്റ്സ് എ ഹ്യൂജ് 5 ലിറ്റർ V8 എഞ്ചിൻ. ഇവിടെ ഫ്രണ്ട് സ്പ്ലിറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് സ്പ്ലിറ്റേഴ്സ് വെച്ച കാരണം ഇതിന് ഒരു വളരെ ലോ ആയിട്ടുള്ള ഒരു ലുക്കും കിട്ടും. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് സ്പ്ലിറ്ററും ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഹെഡ്ലൈറ്റ് യൂണിറ്റിനകത്ത് ഇതിൻ്റെ അകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹെഡ്ലൈറ്റ്. ഇറ്റ്സ് എ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്. മസ്റ്റാങ്ങിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു മൂവാണ് ഇവരുടെ ഈ ഫ്രണ്ട് ഗ്രിൽസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 പാർട്ടീഷൻ ചെയ്തിട്ട് മെയിനായിട്ട് ഇടയ്ക്ക് ഫോണിൻ്റെ ലോഗോ വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രിൽസിന് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ഞാൻ പോലും അതിൻ്റെ ഒരു ഫാനാണ് ഈ ഒരു ഗ്രിൽസിൻ്റെ മാത്രം. ഈ ലോഗോ മസ്റ്റാങ്ങിൽ മാത്രമാണ് വരുന്നത്, ബാക്കി എല്ലാ ഫോർഡ്സിലും ഫോർഡിൻ്റെ സെപ്പറേറ്റ് ലോഗോ ആണ് വരുന്നത്. ഈ ഒരു ഹുഡ് സ്കൂപ്പ് കണ്ടോ, ഈ മോണിറ്ററിന് വേണ്ടി ഈ ഒരു ഹുഡ് സ്കൂപ്പ്, ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് ഹുഡ് സ്കൂപ്പാണ്. ഇതിൻ്റെ ലുക്ക് എൻഹാൻസ് ചെയ്യാനും പിന്നെ ഫോർ ബെറ്റർ എയർ ഇൻടേക്ക്. നമ്മൾ ലൈറ്റ്സിനെ പറ്റി സംസാരിച്ചല്ലോ. ഈ ഒരു താഴെ കണ്ടോ, ഈ ചെറിയൊരു ലൈറ്റ്, അത് തന്നെ ഈ ഒരു ചെറിയൊരു ലൈറ്റാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററും. പിന്നെ അതേപോലെ തന്നെ ഒരു DR ഉണ്ട്. പിന്നെ നമുക്ക് താഴെ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഫോഗ് ലാംപ്സ്. ഏറ്റവും ആദ്യം ഞാൻ വേറൊരു കാര്യം കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു എൻജിൻ കാണണമെന്ന് കാണത്തില്ലേ? അതാണ് എൻ്റെ ഏറ്റവും വലുത്. ഇത്രയും വലുതല്ലേ, അത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ മസിൽമാൻ്റെ എൻജിൻ. നിങ്ങൾ ഈ എൻജിൻ കണ്ടു, ഇതാണ് 5 ലിറ്റർ V8, വളരെ വലിയൊരു എൻജിനാണ്. പിന്നെ നമ്മുടെ ഈ എൻജിൻ്റെ പവർ ഫിഗേഴ്സ് എന്താണെന്ന് വെച്ചാൽ 420 bhp, പിന്നെ 520 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. അതും സ്റ്റോക്കായിട്ട്. നമ്മുടെ വണ്ടിയിൽ, നിങ്ങളോട് നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഇല്ല, നമ്മുടെ വണ്ടിയിൽ എൻജിൻ ഫ്ലഷും പിന്നെ എക്സോസ്റ്റും കാരണം അറൗണ്ട് 25 bhp ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ 440 bhpയും അതേപോലെ തന്നെ ടോർക്ക് കൂടിയതുകൊണ്ട് ഇറ്റ്സ് 550 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് ഉള്ളത്. സോ അപ്പം നിങ്ങൾക്ക് ആലോചിക്കാൻ ഇത് എന്തൊരു പവർഫുൾ മെഷീനായിരിക്കുമെന്ന്. നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. അകത്താണ് ഇനിയുള്ളത്. പക്ഷെ നിൽക്ക് നിങ്ങൾ എന്താ കരുതി ഞാൻ മറന്നു പോയത്? നിങ്ങളോട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു, ഒരു സർപ്രൈസ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫൈനലി ദ വെയിറ്റ് ഇസ് ഓവർ. ഇറ്റ്സ് ടൈം ഫോർ യു ടു സീ ദ ഡെവിൾ ഐസ് ഓഫ് ദിസ് മസിൽ മാൻ. ഇൻ 3, 2, 1. Look at that, guys. ആ ഒരു ഡെവിൾ ഐസ് കണ്ടു നോക്ക് നിങ്ങൾ. ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്. നമുക്ക് ഇനി നേരെ അകത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഫൈനലി നമ്മുടെ മസിൽമാൻ്റെ അകത്ത് കയറാൻ പോവാണ്. ഇത് കണ്ട് താടി ഒരു ബാഡ്ജിങ് വരുന്നത് ഇവിടെ തന്നെ കണ്ട് നമ്മുടെ ഈ മസ്റ്റാങ്ങിൻ്റെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആൻ ആഫ്റ്റർ മാർക്കറ്റ് ആക്സറി. പക്ഷേ നിങ്ങൾ ഈ ഒരു സ്പീഡോമീറ്റേഴ്സ് കണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ RPM മീറ്ററിൻ്റെ തൊട്ട് സൈഡിൽ സ്പീഡോമീറ്റേഴ്സിന് മൈൽസും ഉണ്ട്, കിലോമീറ്റേഴ്സും ഉണ്ട്. ഇവിടെ തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ കുറേ കൺസോൾസ് ഉണ്ട്, വോളിയൂം ബട്ടൺ, റീസെറ്റ് ബട്ടൺ, എവറിത്തിങ്. പിന്നെ നമ്മുടെ ഈ ലംബോർഗിനിയിലൊക്കെ കണ്ടു വരുന്ന പോലത്തെ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ. അതായത് നിങ്ങൾക്ക് ഈ ഒരു സാധനം അപ്പ് ചെയ്തിട്ട് എന്നിട്ടാണ് ഇതിലൊന്ന് പ്രസ് ചെയ്യണം. അതായത് നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൺസോൾസ് എല്ലാം ഓപ്പൺ ആവും. നിങ്ങൾ ഈ ഗിയർ ലിവർ കണ്ടോ, ഇറ്റ്സ് ആൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട് ഇവിടെ. ഇറ്റ്സ് എ സ്മോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. അതേപോലെ നമ്മുടെ ഇവിടെ ട്യൂൺ ഓപ്ഷൻ, വോളിയൂം ബട്ടൺ, ഇവിടെ ആയിട്ട് നമ്മുടെ ഡോറിൻ്റെയും ലോക്ക് അൺലോക്ക്, ഇവിടെ തന്നെ മിറേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ട്വീറ്റേഴ്സ് ഉണ്ട്, പിന്നെ സറൗണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ പുറകിലും 2 പേർക്ക് ഇരിക്കാം. പുറകിൽ വളരെയധികം സ്പേസ് കുറവാണ്, അതുകൊണ്ട് യങ് ആൾക്കാർക്കേ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇത് കണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റിയറിംഗ് വീൽ, പക്ഷേ അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ നമുക്ക് ഗിയർ ഇൻഡിക്കേറ്റർ കാണാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇൻഫോ കാണാം, നമ്മുടെ എന്തെങ്കിലും ഓപ്പൺ ഉണ്ട്. ഇതേ കണ്ടോ, നമ്മുടെ ഈ ഒരു ബോണറ്റ് ഞാൻ ശരിക്കും അടച്ചിട്ടില്ല, അതുകൊണ്ട് ബോണറ്റ് ഓപ്പൺ ആണ്. പിന്നെ ഫ്യൂവൽ ലെവൽ എല്ലാം തന്നെ കാണിക്കും, മൈലേജും എല്ലാം തന്നെ. ഇവിടെ ആയിട്ട് നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്സ് ഒക്കെ റൈറ്റ് സൈഡിലാണ്. പിന്നെ നമ്മുടെ ഇവിടെ ആയിട്ട് തന്നെ 3 AC വെൻസ് ഉണ്ട് സെൻട്രലായിട്ട്. പിന്നെ റൈറ്റ് സൈഡിലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളതുണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 2 റീഡിംഗ് ലൈറ്റ്സ് ഉണ്ട്. പിന്നെ റിയർ വ്യൂ മിറർ അത്യാവശ്യം
വിസിബിലിറ്റി ഉള്ളതാണ്. പക്ഷെ നമ്മുടെ പുറകിലത്തെ ലോവേഴ്സ് കാരണം അങ്ങനെയൊന്നും കാണത്തില്ല. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഷെയ്ഡ് ഉണ്ട്, ഷെയ്ഡിലും മിറർ ഉണ്ട് വിത്ത് ലൈറ്റ്സ്. മിറേഴ്സ് വിത്ത് ലൈറ്റ് ആണുള്ളത്, രണ്ട് സൈഡിലും മിറേഴ്സ് വിത്ത് ലൈറ്റ്സ്. അതുപോലെ എൻ്റെ ഈ ഒരു വിൻഡോൻ്റെ ലെങ്ത് കണ്ടോ, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഫുള്ളി ഓപ്പൺ ഒരു സ്പോർട്സ് കാർ, പ്രോപ്പർ സ്പോർട്സ് കാർ ഫീലിംഗ് ആണ് ഇതിൽ നിന്നും വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഈ വാൽവട്രോണിക് എക്സോസ്റ്റിൻ്റെ റിമോട്ട്. അതായത് ഓരോ ബട്ടൺ ഞെക്കുമ്പോഴും ഇതിൻ്റെ അകത്തെ വാൽവ്സ് എത്ര തുറക്കണമെന്ന് തീരുമാനിക്കുക. അതിൻ്റെ അനുസരിച്ചാണ് ഇതിൻ്റെ സൗണ്ട് വരുന്നത്. വളരെ നല്ലൊരു സിസ്റ്റമാണ്. അതാകുമ്പോൾ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാം, സൗണ്ട് ഉള്ളപ്പോൾ സൗണ്ട് ഉണ്ടാക്കാം. പിന്നെ നമുക്കങ്ങനെ മുമ്പിലേക്ക് അധികം ഒന്നും കാണത്തില്ല, വളരെ വലിയൊരു എന്താ പറയുക ബോണറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഈ സ്പോർട്സ് കാർ ആയതുകൊണ്ട് ഇറ്റ് നീഡ്സ് ടു ബി ലൈക്ക് ദാറ്റ്. ഒരു റിലാക്സ്ഡ് പൊസിഷനിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. വളരെ അധികം കംഫർട്ടബിൾ ആണ്. ഈ പാസഞ്ചർ സൈഡും ഡ്രൈവർ സൈഡും ആർ വെരി കംഫർട്ടബിൾ. പുറകിൽ മാത്രമാണ് ഇച്ചിരി സ്പേസിന്റെ ബുദ്ധിമുട്ട് വരുന്നത്. അതല്ലാതെ ഒരു പ്രശ്നവും ഇല്ല. സ്പോർട്സ് കാർ 2 ഡോർ, എന്നിട്ട് ഇതിൽ പുറകിൽ 2 സീറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇതെന്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഒരു സ്പോർട്സ് കാറിൽ, പ്രത്യേകിച്ച് മസ്റ്റാങ്ങിൽ. ഇത് കണ്ടേ പിന്നെ എന്താ പറയാ, ഒരു ഹാപ്പിനെസ് ആണ് ഇത് കണ്ടേ. പിന്നെ ഇന്ത്യ ഏഞ്ചലൈസും പിന്നെ ഇന്ത്യ മസ്കുലർ ലുക്കും ഉണ്ടല്ലോ, എൻ്റെ മോനെ കിഡിലൻ സാധനം ഇത്. അപ്പോൾ നമുക്കിനിയും വെളി ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് സ്പീഡ് സ്പോർട്ട് ഓട്ടോമോട്ടീവിൻ്റെ ഗാരേജ്. നിങ്ങൾ ഈ കാണുന്നതാണ്, ഇതാണ് ഇവരുടെ ഗാരേജ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെർഫോമൻസ് അപ്ഗ്രേഡ്സോ അല്ലെങ്കിൽ ഏത് അപ്ഗ്രേഡ്സും ഓൾ എൻജിൻ വർക്ക്സ് എവറിത്തിങ് A to Z ഇവർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ട്യൂൺഡ് കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൈനോ റണ്ണും ചെയ്യാൻ പറ്റും. അതെവിടെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡൈനോ നടക്കുന്ന ഏരിയ. ഇവിടെയാണ് നമ്മുടെ കാർസ് എല്ലാം വന്നിട്ട് ഡൈനോ ചെയ്യുന്നത്. ഡൈനോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാറിനെ നിർത്തിയിട്ട് അതിൻ്റെ മാക്സിമം സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പവർ ഫിഗേഴ്സും എല്ലാം കമ്പ്യൂട്ടർ ത്രൂ അറിയുന്നതാണ് ഡൈനോ റൺ. ഞാൻ അവരുടെ ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അടുത്ത വീഡിയോ നിങ്ങൾ എല്ലാം JDM ലവേഴ്സിന്, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും JDM ലവേഴ്സ് ഉണ്ട്, അവർക്കൊരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും വരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇവിടം വരെ കണ്ടിഷ്ടമെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ ദിസ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം സജഷൻസ് എല്ലാം താഴെ കോമെൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതെനിക്ക് വലിയൊരു ഹെൽപ്പാണ്. സബ്സ്ക്രൈബ് ടു ഹോപ്പിംഗ് മല്ലു ഫോർ മോർ സച്ച് കണ്ടന്റ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you again with another super video. So goodbye.